കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കുമെന്ന് TVK. എല്ലാ മാസവും 5000 രൂപ വീതം നൽകും. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് TVK വഹിക്കും. തമിഴക വെട്രിക്കഴകം സമിതി ഇന്ന് കരൂരിലെ വീടുകൾ സന്ദർശിക്കും. വിവരങ്ങളുമായി വിനയരാജാണ് ചേരുന്നത്. വിനയ, TVKയ്ക്ക് അനുകൂലമായ വിധിയാണ് കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം വിജയ് സന്ദർശനത്തിനായി ഈ കുടുംബങ്ങളെ സന്ദർശിക്കുമെന്നുള്ള വിവരം നേരത്തെ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. എപ്പോഴത്തേക്ക് ആ ഒരു സന്ദർശനം ഉണ്ടാകുമെന്നുള്ളതൊക്കെയാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത്. എന്നാൽ അതിനു മുൻപേ തന്നെ TVK കൃത്യമായ നടപടികളൊക്കെ കരൂരിൽ പാലിച്ചു പോരുന്നു. വിദ്യാഭ്യാസ ചെലവുകളടക്കം വഹിക്കുമെന്നും പ്രഖ്യാപിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കാളിദാസ്, സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും TVKയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പാർട്ടിയിൽ സജീവമാകാൻ TVK ഒരുങ്ങുന്നത്. നേരത്തെ ഈ കരൂർ ദുരന്തം ഉണ്ടായതിന് പിന്നാലെ തന്നെ വിജയ് കരൂർ സന്ദർശിക്കാത്തതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അന്ന് 20 ലക്ഷം രൂപയായിരുന്നു TVK ഈ ദുരന്ത ബാധിതരായവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ഈ അനുകൂലമായിട്ടുള്ള ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമ്പോൾ വീണ്ടും സജീവമാകാൻ തന്നെയാണ് TVK ഒരുങ്ങുന്നത്. അതായത് ഈ കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ TVK വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവർക്ക് മാസം തോറും 5000 രൂപ വീതം നൽകും. കുട്ടികൾക്ക് വിദ്യാഭ്യാസ ചിലവ് ഏറ്റെടുക്കും. ഇവർക്ക് എത്ര വരെ പഠിക്കണോ, ഈ കുട്ടികൾക്ക് എത്ര വരെ പഠിക്കണോ അത്രത്തോളം വിദ്യാഭ്യാസ ചിലവ് ഏറ്റെടുക്കുമെന്നാണ് TVK വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കൂടാതെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് നൽകുമെന്നും TVK ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ TVKയുടെ ഒരു സമിതി കരൂർ സന്ദർശിക്കുന്നുണ്ട്. ഈ ദുരന്തം നേരിട്ട കുടുംബങ്ങളെ അടക്കം തന്നെ സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസം ഈ അന്വേഷണം കരൂർ ദുരന്തം അന്വേഷിക്കാൻ സ്വതന്ത്ര ഏജൻസിക്ക് നൽകണമെന്നായിരുന്നു TVK ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഹർജിയായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പരിഗണിക്കുകയും അനുകൂലമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു വിധി TVKയ്ക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ ദുരന്തത്തിൽ അകപ്പെട്ട അല്ലെങ്കിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളടക്കം തന്നെ ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് പോലീസിന്റെ അനാസ്ഥ തന്നെയായിരുന്നു. ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ഇത്തരത്തിലൊരു അനുകൂലമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഭവത്തിൽ തന്നെയാണ് കൂടാതെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം തന്നെ സൈബർ ആക്രമണവും നടക്കുന്നുണ്ട്. TVKയ്ക്കെതിരായും DMKയ്ക്കെതിരായും സൈബർ ആക്രമണങ്ങൾ അടക്കം നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ തന്നെ ഈ DMK നേതാക്കളടക്കം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ TVKയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ഈ നരേന്ദ്രമോദിയുടെ കാൽച്ചുവട്ടിൽ വിജയ് ഇരിക്കുന്ന ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഈ സൈബർ ആക്രമണം അടക്കം നടക്കുന്നുണ്ടായിരുന്നത്. അത് ഈ TVKയെ കേന്ദ്രം സംരക്ഷിക്കുന്നു, BJP സംരക്ഷിക്കുന്നു എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ പോസ്റ്റ് അടക്കം ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിന് മറുപടി എന്നോണം TVKയും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും ഈ സൈബർ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ DMK പല കേസുകളിലുമായി CBI അന്വേഷണം ആവശ്യപ്പെട്ട് എക്സിലും മറ്റും പോസ്റ്റ് ഇടുകയും ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ കാണിച്ചുകൊണ്ടാണ് TVK അതിനൊരു മറുപടി എന്നോണം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും ഇനി അടുത്തായി തന്നെ ഇപ്പോൾ വിജയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടായത് കൊണ്ട് തന്നെ ഇനി വിജയ് കരൂർ സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ദുരന്ത ബാധിതരടക്കം തന്നെ സന്ദർശിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ വിജയ് കരൂർ സന്ദർശിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ പോലീസ് അതിനെ എതിർക്കുന്ന നിലപാടടക്കം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. വിജയ്ക്ക് കരൂർ പോകാൻ സന്ദർശനം അനുവദിക്കില്ല എന്നടക്കം തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചത് കൊണ്ട് തന്നെ വിജയ് ഇനി അടുത്തായി തന്നെ കരൂർ സന്ദർശിക്കും, കരൂർ ജനങ്ങളെ സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ദുരന്തമുണ്ടായതിന് പിന്നാലെ തന്നെ ആദ്യമായി സമൂഹ മാധ്യമത്തിൽ വിജയ് ഒരു പ്രതികരണം നടത്തിയപ്പോൾ തന്നെ ഈ മെഡിക്കൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങളടക്കം TVK നൽകുമെന്നൊരു ഉറപ്പ് വിജയ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഉറപ്പടക്കമാണ് ഇപ്പോൾ പാലിച്ചുകൊണ്ട് TVK ഇത്തരത്തിലൊരു ഈ പല കാര്യങ്ങളുമായി അല്ലെങ്കിൽ ഈ 5000 രൂപ നൽകുന്നതും ഈ മെഡിക്കൽ സൗകര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആവശ്യങ്ങളടക്കം പരിഗണിച്ചിരിക്കുന്നത്. കാളിദാസ്, ശരി, വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.